ഇന്ന് നമ്മൾ ചക്കയും ബീഫുമാണ് വെക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ചക്ക ഇത്തിരി ഉപ്പും വെള്ളവും ഒഴിച്ച് അടപ്പത്ത് വയ്ക്കുകയാണ്. നമ്മൾ ബീഫ് ഞാൻ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഒരു 5-8 വെളുത്തുള്ളികളും ചതച്ചത്, 10-15 ചുമന്നുള്ളി അതും ചതച്ചത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഇത്രയും കൂട്ടം ഇട്ട് നമുക്കൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം കേട്ടോ. ചക്ക വേവിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി ഈ വേപ്പിലയും കൂടി അതിനകത്ത് കൂടി ഇട്ട് 3 തണ്ട് വേപ്പിലയോളം ഇട്ടുണ്ട്. വേപ്പില ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇത് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാലപ്പൊടിയാണ് എടുത്തതാണ്. അതിനകത്ത് കുരുമുളകും പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കാം. വെളിച്ചെണ്ണ ആവശ്യമനുസരിച്ച് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ, നല്ലോണം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ബീഫ് വേവിച്ചത് അതിനകത്തെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ബീഫിൽ ഇച്ചിരി നെയ്യുണ്ട്, കാരണം ചക്കയുള്ളതല്ലേ, അപ്പോൾ ഇച്ചിരി അല്പം നെയ്യോട് കൂടിയാണ് മേടിച്ചേക്കണേ. അപ്പോൾ അതിനിട്ട് കൊടുത്ത് ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കണ ചക്ക അതിനകത്ത് കൂടെ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനകത്ത് ഒരു അല്പം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് ആവശ്യം പോലെ നമുക്ക് മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലി ഇല ഇട്ട് കൊടുക്കാം. ഇത് അപ്പച്ചനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.